കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ എല്ലാം നിന്റെ തലയിൽ കൂടിയാണല്ലോ ഓടുന്നത്. ഭയങ്കര സന്തോഷത്തിലും ആണല്ലോ ആള്. പിന്നെ സന്തോഷം ഉണ്ടാവില്ല ചേച്ചി. മരിച്ചു എന്ന് കരുതിയ ദേവേട്ടന്റെ അച്ഛൻ രക്ഷപ്പെട്ടു വന്നു. ദേവേട്ടന്റെ പട്ടാഭിഷേകം മുടങ്ങിയപ്പോ ഒത്തിരി വേദനിച്ചതാ. ഇപ്പൊ അത് വീണ്ടും നടക്കല്ലേ. അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ കാരണം എന്തൊക്കെയോ ഉണ്ടായെന്ന് പറഞ്ഞ് എന്നിവിടുന്ന് അടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചപ്പോ ഒരു പേരുദോഷത്തോടെ എനിക്കിവിടുന്ന് പോവേണ്ടി വന്നില്ലല്ലോ. അതും എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് നീ പോകാനുള്ളവള് തന്നെയല്ലേ. സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ നീ വീട്ടിലെ മരുമോളൊന്നും അല്ലല്ലോ. ആണല്ലേ ചേച്ചി, അതറിഞ്ഞൂടെ? എന്നുവച്ചാ മരുമക്കള് ചെയ്യേണ്ട ജോലികള് അവര് ചെയ്യാതാവുമ്പോ അതൊക്കെ കണ്ടു അറിഞ്ഞും ചെയ്യുന്നവരെ മറ്റുള്ളവര് കാണുമ്പോ മരുമകളാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാ. പണിയെടുക്കുന്നത് കൊണ്ട് മാത്രം മരുമക്കളാവാൻ പറ്റുമോ? അവരെ വേണമെങ്കിൽ നമുക്ക് പണിക്കാരികളെന്ന് വിളിക്കാം. എന്ത് ചെയ്താലും അത് എത്രത്തോളം ഇഷ്ടത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ നമ്മൾ ചെയ്യുന്നതിന് മറ്റുള്ളവർ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതിന് എന്ത് കാര്യം? നീ ആളങ്ങ് മിടുക്കിയായല്ലോടി. 2-3 ദിവസം കൊണ്ട് നാക്കിനെത്തിരി നീളം കൂടുന്നുണ്ടല്ലോ. അല്ല, നിനക്ക് എന്തിന്റെ കേടുണ്ടായിട്ടാ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ കാര്യത്തിലും സ്ഥാനത്തും അസ്ഥാനത്തും കയറി ഇടപെടുന്നത്? അതിനൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാല് ചേച്ചി ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ. ചേച്ചി എന്താ ഒന്നും ചെയ്യാത്തെ? എന്റെ ഓർമ്മയിലെ ചേച്ചി, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാരണങ്ങൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. ചെയ്യാതിരിക്കുന്നവരോടാരും കാരണങ്ങൾ ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ ആ സന്തോഷത്തിൽ പങ്കുചേരാം, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് കരുതി മാറിയേക്കണം. ചെയ്യുന്നവരുടെ നേരെ ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം ചേച്ചി? എന്താവോ ചെയ്യാൻ പോകുന്ന ഹോമോ ആണോ? ഹോമോ യാഗമൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി എന്താ ഉദ്ദേശിച്ചേ? ഈ യാഗം നടക്കാൻ പോകുന്നില്ല, നടക്കാൻ അനുവദിക്കില്ല. ഈ പട്ടാഭിഷേകത്തിന്റെ അവസാന ചടങ്ങ് അപൂർണമായി തുടരണം. ഏത് സന്തോഷത്തിന്റെ പേരിലാ നീ ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ആ സന്തോഷം ഇനി ഇവിടെ ഉണ്ടാവില്ല. എന്താ പറ്റിയ ചേച്ചി? ഇവരെല്ലാവരും കൂടി എന്തോ ചെയ്യുന്നുണ്ട്. ഈ യാഗം നടക്കാതിരിക്കാൻ വേണ്ടി ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരാ ചേച്ചി? പുറത്തുള്ളവരായിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഈ വീട്ടിലെ മരുമോള് തന്നെ ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ തടയാൻ ശ്രമിക്കുന്നെങ്കിൽ എന്തെന്ന് നമ്മൾ കരുതണ്ടേ? അങ്ങനെ കരുതാനായിട്ടൊന്നുമില്ല ചേച്ചി.
ചേച്ചി ഈ വീട്ടിലെ മരുമോളാണെങ്കിലല്ലേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും കാര്യമുള്ളൂ. മരുമക്കളായിട്ട് നിൽക്കുന്നവർക്ക് ഒരു ചിന്തയുമില്ല. അല്ല വൈദേഹേച്ചി, ഈ യാഗം നടന്നാൽ മാത്രമല്ലേ മച്ചാന്റെ പട്ടാഭിഷേകം പൂർണ്ണമാവുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ? അതാ മാധവ ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തെ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇവരുടെ പ്ലാൻ പൊളിച്ചുകൊണ്ട് യാഗം പൂർത്തിയാക്കാൻ വേണ്ടതെല്ലാം ചെയ്യണം. ശരി, നീ വന്നേ. മതി മതി, ഞാൻ വല്ല കോട്ടൺ സാരി ഉടുക്കില്ലായിരുന്നോ? എന്തിനീ പട്ടുസാരിയൊക്കെ? കണ്ടില്ലേ, ഒരിടത്ത് നിൽക്കുന്ന പോലുമില്ല. ഇത് ഉടുത്ത് നിന്നാലേ ഒരു ഐശ്വര്യം ഉണ്ടാവും. എന്നാലേ അച്ചമ്മ തന്നെ അങ്ങ് ഉടുത്തു നോക്ക്. ഇന്നും എന്റെ തല തട്ടുവിട്ട് മൂടും അത്ര. മൂടി പൊതിച്ച് മണിക്കൂർ കണക്കിന് യാഗം നടക്കുന്നിടത്ത് ഇരിക്കാന്ന് പറഞ്ഞ എന്നെ കൊണ്ടാവില്ല. മിണ്ടി പോവരുത്, പറഞ്ഞേക്കാം. ഈ യാഗത്തിനിടയ്ക്ക് തിരുമേനി എങ്ങനെയെങ്കിലും ഒന്ന് പാട്ടിലാക്കിയെടുത്ത് നിന്റെ കഴുത്തേൽ അവനെ കൊണ്ട് താലി കെട്ടിക്കാന്ന് കരുതുമ്പോഴാ വേണ്ടാത്ത ഓരോ ചിന്തകളുമായിട്ട് വന്നേക്കുന്നേ. താലിയോ? അതേടി, ഭർത്താവാണെന്ന് നമ്മൾ എത്ര നുണ പറഞ്ഞാലും കഴുത്തെ താലി കെട്ടാത്തടത്തോളം കാലം നീ എന്നും അന്യ സ്ത്രീ തന്നെയാണല്ലോ. മാത്രമല്ല, ആ മൂദേവിയാണെങ്കിൽ കഴുത്തേന്ന് താലി ഊരുന്നുമില്ല. ഈ യാഗം നടക്കുമ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താലി കെട്ടിയെന്നിരിക്കട്ടെ, നാളെ അവളുടെ വായിന്ന് വല്ലതും പുറത്തു വന്നാലും നീ ആ ഭാര്യയെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാലോ. അതെങ്ങനെയാ വീണ്ടും ഇപ്പൊ അവനെ കൊണ്ട് താലി കെട്ടിക്ക? വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കണം. നീ ഒന്നും മിണ്ടാതിരിക്കടി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആരും ഒന്നും അറിയാത്ത രീതി ഞാൻ നോക്കിക്കോളാം. എന്ത് ചെയ്യാനാ? അന്ന് ആ കല്യാണ സമയത്ത് നീ മണ്ഡപത്തിൽ ഉണ്ടായിരുന്നെങ്കില് ഇന്നോ അനാഥപ്പുഴും ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമായിരുന്നോ? ഇനിയെങ്കിലും ബുദ്ധിയോടെ ചിന്തിച്ച് അവനെ കൊണ്ടൊരു താലി കെട്ടിക്ക്. ആദ്യം നിന്റെ ഈ കടന്നൽ കുത്തിയ മുഖം ഒന്ന് മാറ്റടി. ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാണുമ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നു മോളെ. എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ അമ്മ ഇതുപോലെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാ ഓർമ്മ വരുന്നേ. വൈദേഹി ഈ യാഗത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോ ഒരു വിഘ്നവും കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നോളും, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് അമ്മയോടും കൗസല്യ അടുത്തോടും ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പൊ പേടിക്കേണ്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ പറ്റി മോളെ? ഊർമിള ചേച്ചി ഈ യാഗം നടക്കില്ല എന്നാ പറയുന്നത്. ദേവേട്ടന്റെ പട്ടാഭിഷേകം പൂർണ്ണമാവരുത് പോലും. അവരൊക്കെ കൂടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യമാണോ മോളെ? എന്നോട് പറഞ്ഞതാ ചെറിയച്ച. ഒരു കാരണവശാലും ഒരു തടസ്സമില്ലാതെ ഈ യാഗം നടക്കണമെങ്കിൽ ചെറിയച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. സ്വന്തം മകനെ പോലും വകവെക്കാതെ ന്യായത്തിനൊപ്പം നിന്നയാളാ ചെറിയച്ചൻ. അതുകൊണ്ട് ചെറിയച്ചനെ പോലെ മറ്റാരും എനിക്ക് വിശ്വാസമില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് മോള് പറഞ്ഞാ മതി. ഇതൊന്ന് നോക്കിയാൽ മാത്രം മതി. ആയിക്കോട്ടെ മോളെ, മോള് പറഞ്ഞതുപോലെ
എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഒരുപാട് നന്ദി ചെറിയച്ച. എന്താ ഇപ്പൊ വരുന്നേ? ഇന്നിവിടെ യാഗം നടക്കുന്നതല്ലേ? വീട്ടിലെ കാര്യങ്ങളിലൊന്നും നിനക്ക് ഒരു ശ്രദ്ധയുമില്ല. ഞാനെന്തിനു ശ്രദ്ധിക്കണം? എനിക്ക് ഇതുമായിട്ട് എന്ത് ബന്ധം? നീ ഇവിടത്തെ അല്ലേ? വീട്ടിലൊരു ശുഭകാര്യം നടക്കുമ്പോ ബന്ധമില്ലെന്ന് പറഞ്ഞാ ഇല്ലെന്ന് തന്നെ, യാതൊരു ബന്ധവുമില്ല. അജയന് പട്ടാഭിഷേകം നടത്തി ഒപ്പമിരുന്ന് യാഗം ചെയ്യാനുള്ള യോഗം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഓടി നടന്ന് എല്ലാം ചെയ്തേനെ. രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ചെറിയച്ച പറയാനുള്ളത്? എന്റെ കൂടെ വാ, ഞാൻ പറയാം. വാ. ഈ പേപ്പർ നോക്കിയേ. തൃശ്ശൂരുള്ള ഒരു ആയുർവേദ വൈദ്യനാ. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ടത്രേ. നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ല്. ചിലപ്പോ അജയന്റെ അസുഖം അതോടെ ഭേദമായാലോ? ഇപ്പോഴാ? അതെ ഓർമ്മളെ, ഡോക്ടർ ഇന്നത്തോടെ കഴിഞ്ഞ വിദേശത്തേക്ക് പോകും. എന്താടാ മോനെ? അമ്മേ, തൃശ്ശൂരുള്ള ഒരു ആയുർവേദ ഡോക്ടറിന്റെ കാര്യമാണ് പറയുന്നത്. അജയനെ അവിടേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയായിരുന്നു. അവരുടെ ആശ്രമത്തില് ഇത്തരം രോഗാവസ്ഥയ്ക്കൊക്കെ ചികിത്സ ഉണ്ടെന്നാ പറയുന്നത്. എന്നാ മറിച്ചൊന്നും ചിന്തിക്കണ്ട. ഈ യാഗം കഴിഞ്ഞ ഉടനെ അങ്ങോട്ടേക്ക് പോവാം. അതൊക്കെ കഴിയാൻ എന്തായാലും വൈകുന്നേരം ആവൂലേ? വൈദ്യരിന്ന് ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു മാസത്തേക്ക് വിദേശത്തേക്ക് പോവാ. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമല്ലേ, ഇപ്പൊ ആര് കൊണ്ടുപോവാനാ? വേറെ ആര് കൊണ്ടുപോവാനാ? ഊർമിള തന്നെ കൊണ്ടുപോയിട്ട് വരട്ടെ. ഊർമിള ഇവിടെ നിന്നാലല്ലേ യാഗം നടത്താതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവളെ പറഞ്ഞുവിട്ടാ ശരിയാവില്ല. ഇന്ന് പിന്നെ ആലോചിച്ച് നിൽക്കട്ടെ, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. നമുക്കിത് അടുത്ത വട്ടം. ഇനി ഇതിൽ ചിന്തിക്കാനൊന്നുമില്ല എടുത്തേ. സ്വന്തം ഭർത്താവിന്റെ ആരോഗ്യം മെച്ചപ്പെടുമെങ്കിൽ അത് നല്ലതല്ലേ? അതിൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതല്ല, വീട്ടിൽ യാഗം നടന്നുകൊണ്ടിരിക്കല്ലേ? യാഗവും ഇവരും തമ്മിൽ ബന്ധമില്ലല്ലോ. യാഗം നടത്തേണ്ടത് ദേവന് ശ്രേയല്ലേ? നീ പോയിട്ട് വാ മോളെ. പോയിട്ട് വാ മോളെ. എന്നാ പോവാ അമ്മേ. പോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് അച്ഛന്റെ മുറിയിലേക്ക് കൊണ്ടുപോകൂ. എന്തിനാ ചെയ്യപ്പ ഇങ്ങോട്ട്? അമ്മേ, എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എനിക്ക് ദൈവത്തെ പോലെയാ അമ്മേ. അച്ഛനെ എന്ന് ഞാൻ അഭിമാനത്തോടെ നോക്കിയിട്ടുള്ളൂ. അച്ഛനെ കാണുമ്പോഴൊക്കെ ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്നു പോവുമായിരുന്നു. അത്രയ്ക്ക് തേജസ്സായിരുന്നു എൻ്റെ അച്ഛന്. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടത് അങ്ങ് ആകാശത്തിന്റെ ഉയരത്തില.
പിന്നീട് എനിക്കെന്റെ കാലനക്കാൻ പറ്റാതായപ്പോ അച്ഛനടുത്ത് വരുമ്പോഴൊക്കെ എന്റെ മനസ്സിലൊരു വിങ്ങലായിരുന്നു അമ്മേ. വിശേഷ ദിവസങ്ങളിൽ അച്ഛൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഒന്ന് എഴുന്നേറ്റ് ആ കാല് തൊട്ട് വന്നിക്കാൻ പറ്റാത്തതായിരുന്നു എന്റെ ഏറ്റവും വലിയ വേദന. ആ സമയത്ത് ഞാനൊരു നരകത്തിലാണെന്ന് തോന്നിപ്പോവായിരുന്നു. എന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും ഇനി ഒരിക്കലും എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുതെന്ന് കരുതി അച്ഛനിങ്ങനെ കിടപ്പായി പോയത്. അനങ്ങാൻ പറ്റാതായപ്പോ തകർന്നടിഞ്ഞ എന്റെ ദാമ്പത്യത്തെക്കുറിച്ച് ഒരു പുല്ല് വിഷമവും ഇല്ല. പകരം അച്ഛനടുത്ത് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതിലത്രേ വിഷമം. അച്ഛാ, എന്തെങ്കിലും ഒരിക്കലും എനിക്കെന്റെ കാലിന്റെ ശേഷി തിരിച്ചു കിട്ടും. പക്ഷേ അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. എനിക്കെന്റെ കാലിന്റെ ശേഷി തിരിച്ചു കിട്ടുമ്പോ അച്ഛനെ കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവണം. എന്നിട്ട് വേണം എനിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് അച്ഛന്റെ കാല് തൊട്ട് വന്നിക്കാൻ. നീ വിഷമിക്കാതിരിക്കടാ മോനെ. എന്റെ മോനെ കിടക്കേന്ന് എഴുന്നേറ്റ് വരും. അങ്ങനെ അവൻ എഴുന്നേറ്റ് വരുമ്പോ നീ അവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്ക് കാണണം. എല്ലാം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. എന്നാ ശരി, നീ പുറപ്പെടാൻ നോക്ക. ഊർമിളെ, നീ ഇവനെ കൂട്ടിക്കൊണ്ടു പോ.